നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് വണ്ടിയുടെ. എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും ഉണ്ട്. സ്വിഫ്റ്റ് VXi ആണ്, പെട്രോൾ ആണ്. 18 മോഡൽ. എത്ര ഓടിയുണ്ട്? 10,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. അപ്പൊ ഇത് 2023 ലോ കിലോമീറ്റർ 10,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ആയിരിക്കുമല്ലോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അപ്പൊ ഇത് ബേസ് വേരിയന്റ് ആണോ? വീൽ കപ്പ് ഒന്നും വരുന്നില്ല, സീറ്റിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അലോയ് വീല് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, സിസ്റ്റം വരുന്നുണ്ട്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം. 2018 മോഡൽ വോളോയാണ്, ഹൈലൈൻ പ്ലസ് ആണ്, ടോപ്പിന്റെ വണ്ടിയാണ്. അതെ, നമ്മൾ കണ്ട വണ്ടികൾക്കെല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടികളല്ലേ? എല്ലാ വണ്ടികൾക്കും ഹിസ്റ്ററി ഉള്ള വണ്ടി ഹിസ്റ്ററി ഉള്ളതാണ്. അടുത്തൊരു അമേസ് ഉണ്ടല്ലോ, ഹോണ്ട അമേസ് പെട്രോൾ വേരിയന്റ് ആണ്. ഇത് ഈ ഇന്നോവ ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് ഡീസൽ വണ്ടിയാണോ? ഡീസൽ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഡീസലാണ് വണ്ടി. ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഫീച്ചർ എന്ന് വെച്ചാൽ 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ആകെ 25 ഓടിയിട്ടുള്ളൂ. ആകെ 25,000 കിലോമീറ്ററിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടി. വില വരുന്നത് 3,35,000 രൂപയാണ്. 3,35,000 രൂപയ്ക്ക് ഒരു സെഡാൻ വണ്ടി അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഫ്ലൈ വീൽസിന്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഷോറൂമിൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അവിടെ കുറച്ച് ചെറിയ വണ്ടികളും സീറോ ഡംപേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ പുതിയ ഷോറൂമാണ്. പുതിയ ഷോറൂമാണ്. എത്ര നാളെ തുടങ്ങിയിട്ട്? ഒരു 6 മന്ത് ആകുന്നതേ ഉള്ളൂ. 6 മാസം ആയിട്ടുള്ളൂ. നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് വണ്ടിയുടെ. എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും ഉണ്ട്. ഗീത ചേച്ചി തന്നെയാണ് നമ്മുടെ ഇവിടെ അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന ചേച്ചി തന്നെയാണ്. വീഡിയോ തുടങ്ങിയാലോ? ലൊക്കേഷൻ വരുന്നത് തലയോലപ്പറമ്പിൽ തന്നെയാണ് കേട്ടോ അല്ലെ? തലയോലപ്പറമ്പാണ്. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇതേതാ മോഡൽ? സ്വിഫ്റ്റ് 2018 മോഡൽ സ്വിഫ്റ്റ് VXi ആണ്, പെട്രോൾ ആണ്. 18 മോഡൽ. എത്ര ഓടിയുണ്ട്? 10,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. 10,000 ഓടിയിട്ടുള്ളൂ. അതെ, മേടിച്ചിട്ട് ഓടിച്ചില്ലല്ലേ ആള്? നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വണ്ടിയാണ്. കാഴ്ചയിൽ നല്ല ക്രെഡിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന വില? നമുക്ക് ഇവിടെ പറയുന്നത് ആസ്കിംഗ് പ്രൈസ് 5,75 ആണ്. 5,45. 5,45. ഫിനാൻസ് വീഴുമല്ലോ? ഫിനാൻസ് പിന്നെ 2018 മോഡലല്ലേ? 50,000 രൂപ നമ്മൾ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും. ഫിനാൻസ് ചെയ്ത് ഇറക്കൊണ്ട് പോകാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മള് ഇതിലേക്കൂടി ഇങ്ങനെ പോകുമ്പോൾ അടുത്ത് ഒരു കിയയുടെ സോണറ്റ് ആണല്ലേ? അതെ. ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലേ? HTK+. പെട്രോൾ വണ്ടിയല്ലേ? അതെ, പെട്രോൾ വണ്ടിയാണ്. ഇത് ഏതായിരുന്നു മോഡൽ വരുന്നത്? 2023 മോഡൽ. 2023. പതിയല്ലോ, 2023 മോഡലാണ്. എത്ര ഓടിയുണ്ട്? 10,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ വണ്ടി. അടുത്ത ലോ കിലോമീറ്റർ വണ്ടിയാണല്ലേ? ഇത് 2023 ലോ കിലോമീറ്റർ 10,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ആയിരിക്കുമല്ലോ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. HTK+ ആണ് വേരിയന്റ് വരുന്നത്. പുതിയ സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടുള്ള അല്ലേ? അതെ. ഇതും കസ്റ്റമർ മേടിച്ചിട്ട് അധികം ഓടിക്കാതെ കാത്തു സൂക്ഷിച്ച വണ്ടിയായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതിന് എത്ര റേറ്റ് വരുന്നത് ചേച്ചി? ഇത് റേറ്റ് വരുന്നത് 8,75. 8,75,000. 8.25 ലക്ഷം രൂപയാണ് ഇതിന് പറയുന്ന പ്രൈസ്. എല്ലാം പറയുന്ന പ്രൈസാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് ഇതൊക്കെ ആസ്കിംഗ് പ്രൈസ് ആണ്. ഇതിനും ഫിനാൻസ് വീഴുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം ഫിനാൻസ് കയറും. അടുത്ത് സ്കോഡ കുഷാക്ക്. അതെ. ഏതായിരുന്നു മോഡൽ? 2022 മോഡലാണ്. 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 22 മോഡൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ ആണ്. അപ്പൊ ഇത് ബേസ് വേരിയന്റ് ആണോ? വീൽ കപ്പ് ഒന്നും വരുന്നില്ല, സീറ്റിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പൊ വില വരുന്നത് 8,35. 8,35,000 രൂപയാണ് വില വരുന്നത്. വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. അടുത്തത് ഒരു ഹോണ്ട സിറ്റി ആണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട എല്ലാം പെട്രോൾ വണ്ടിയാണ് കേട്ടോ, അതുകൊണ്ട് എടുത്ത് പറഞ്ഞില്ലെന്നുള്ളൂ. ഇത് ഹോണ്ട സിറ്റി വി ഓപ്ഷൻ ആണല്ലേ? 2017 മോഡൽ. 17 മോഡൽ. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 62,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അലോയ് വീല് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, സിസ്റ്റം വരുന്നുണ്ട്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം. സൺറൂഫ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെത്ര വില പറയുന്നത്? ഇത് വരുമ്പോൾ 6,95. 6,90,000 അല്ലേ? അപ്പോൾ ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത പോളോ. 2018 മോഡൽ വോളോയാണ്, ഹൈലൈൻ പ്ലസ് ആണ്. ടോപ്പിന്റെ വണ്ടിയാണ്. അതെ, ഡീസലാണ്. ഡീസൽ മാനുവൽ. 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ എത്ര നമ്മളെ വില പറയുന്ന 6,35. 6,35,000 ആണ്. വലിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഇതിനും ഫിനാൻസ് കയറുന്ന വണ്ടികളാണ്. നമ്മൾ കണ്ട വണ്ടികൾക്ക് എല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടികളല്ലേ? എല്ലാ വണ്ടികളും ഹിസ്റ്ററി ഉള്ളതാണ്. പിന്നെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതാത് വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ എടുത്ത് പറയുന്നതായിരിക്കും. അടുത്തൊരു അമേസ് ഉണ്ടല്ലോ, ഹോണ്ട അമേസ്. പെട്രോൾ വേരിയന്റ് ആണ്. 2013 മോഡൽ. 13 മോഡൽ. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? മാനുവൽ ട്രാൻസ്മിഷൻ. പെട്രോൾ മാനുവൽ ആണ് വണ്ടി. 70,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 70,000 അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഓക്കെ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല.
കണ്ടീഷൻ വണ്ടിയാണ്. അപ്പോൾ വില എത്രയായിരുന്നു? വില വരുന്നത് 3,65,000 രൂപ. 3,65,000 ഇതിന് പറയുന്ന വില. അടുത്തത് ഹോണ്ടയുടെ അമേസ് 2019 മോഡൽ. 2019 മോഡല്. ഏതായിരുന്നു വേരിയന്റ് വരുന്നത്? എസ് വേരിയന്റ് ആണ്. എസ് വേരിയന്റ് ആണ്. 76,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. അതെ. ഓക്കെ. ഡീസൽ ആണല്ലേ? സോറി, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. ഓണർഷിപ്പ് ഏതാ കിടക്കുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്നു. കിലോമീറ്റർ നമ്മൾ പറഞ്ഞോ? കിലോമീറ്റർ 76,000 കിലോമീറ്റർ ആണ്. 76,000 കിലോമീറ്റർ ആണ്. സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ വില എത്രയായിരുന്നു? വില വരുന്നത് 5,90,000 രൂപ. 5,90,000 ആണ് ഇതിന് ചോദിക്കുന്ന വില. അടുത്തത് മാരുതി സുസുക്കി ഡിസയർ. അതെ. ഏതായിരുന്നു മോഡല്? 2017 മോഡല്. 18 രജിസ്ട്രേഷൻ. 18 മോഡൽ 18 രജിസ്ട്രേഷൻ. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. അതെ. വേരിയന്റ് ഏതായിരുന്നു? ZXi ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ വണ്ടി. ZXi ഡീസൽ പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്നത് 93,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പോൾ വില വരുന്നത് 5,85,000. 5,85,000 രൂപയാണ് കേട്ടോ. അതെ. അപ്പൊ ഇത് ഈ ഇന്നോവ ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. 2012 V ആണ് വേരിയന്റ്. 2012 മോഡല്. അതെ. ഓക്കെ. എത്ര ഓടിയുണ്ട് വണ്ടി? ഇത് വരുന്നത് 1,80,000 കിലോമീറ്റർ ഓടിയതാണ്. 180 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി. പക്ക നീറ്റ് വണ്ടി. വിൻഷീൽഡിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് അല്ലേ? അതെ. അത് കസ്റ്റമർ അത് മാറ്റിയിടാത്തെന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് നിലവിൽ കയറണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് മാറ്റി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് എത്ര വില പറയുന്നത്? 7,65,000 രൂപ. 7,65,000 ആണ്. വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും ഉറപ്പായിട്ടും. അടുത്തത് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഒരു ഡിസയർ ആണ്. ഇത് ഡീസൽ വണ്ടിയാണോ? ഡീസൽ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ZDI ആണ്. മോഡൽ വരുന്നത് 2014 മോഡൽ. ഓക്കെ. ഓണർഷിപ്പ് ഏതായിരുന്നു? ഓണർഷിപ്പ് വരുന്നത് തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഓണർഷിപ്പ് ആണല്ലോ വരുന്നത്. ഓക്കെ. കിലോമീറ്റർ വരുന്നത് 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും കയറിയ വണ്ടി? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വില എത്രയായിരുന്നു വണ്ടിക്ക് പറയുന്നത്? വില വരുന്നത് 4,35,000. 4,35 ആണ് പറയുന്ന വില എന്ന് പറയുന്നത്. ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും. അതെ. അപ്പോൾ അടുത്തത് ഒരു ഡിസയർ സ്വിഫ്റ്റ്. ഏതായിരുന്നു മോഡല്? 2021 മോഡല്. 21 മോഡല്. പെട്രോൾ അല്ലേ? അതെ. LXi ആണോ? LXi ആണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. 10,000 കിലോമീറ്റർ വണ്ടി. വീണ്ടും 10,000 ഓടി കുറെ വണ്ടികളുണ്ടല്ലോ ഇവിടെ. അതെ, 10,000 ഓടി കുറെ വണ്ടികൾ. ലോ കിലോമീറ്റർ വണ്ടികൾ. അപ്പോൾ ഇതും സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കുമല്ലോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയായിരിക്കും. ഇതെനിക്ക് തോന്നുന്നു പുതിയ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ ആയിരിക്കുമല്ലോ ലോ കിലോമീറ്ററിൽ വണ്ടി മാറണമെങ്കിൽ. അപ്പോൾ നമ്മൾ എത്ര വില പറയുന്നത്? വില പറയുന്നത് 5,75,000. 5,75,000. 5,45,000 ചോദിക്കുന്നത്. വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാലായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ കുറച്ച് വണ്ടികളുണ്ടല്ലേ? അതെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മളൊരു i20 ആണ് പരിചയപ്പെടുന്നത്. ഏതാ മോഡല്? 2019 മോഡല്. ഓക്കെ. മാഗ്നയാണ് വേരിയന്റ് വരുന്നത്. മാഗ്നയാണ്. 1,03,000 ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. പെട്രോൾ മാനുവൽ അല്ലേ? അല്ല, ഡീസൽ ആണ്. സോറി, ഡീസലാണ് വണ്ടി. ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. 1,30,000 ഓടി. 1,03,000. സോറി, 1,03,000. മൊത്തം തെറ്റിച്ചാണല്ലോ ഞാൻ പറയുന്നത്. 1,03,000 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റുകളൊന്നുമില്ല. അപ്പോൾ വില എത്രയായിരുന്നു? വില വരുന്നത് 5,85,000. 5,85,000 ആണ്. ഇതിനും ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. അതെ. വീണ്ടും ഒരു i20 ഉണ്ട്. i20 തന്നെ പെട്രോൾ നോക്കാം. യെസ്, i20 തന്നെ ഒരു പെട്രോൾ വേരിയന്റ് ഉണ്ട്. ഇത് ഏതായിരുന്നു മോഡല്? കുറച്ചും കൂടി പുതിയ വണ്ടിയാന്ന് തോന്നുന്നു. 2019 മോഡൽ തന്നെയാണ്. 19 ആണല്ലേ? ഓക്കെ. ഈ വണ്ടിയുടെ ഫീച്ചർ എന്ന് വെച്ചാൽ 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ആകെ 25 ഓടിയിട്ടുള്ളൂ. ആകെ 25,000 കിലോമീറ്ററിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. പെട്രോൾ മാനുവൽ ആണ്. അതെ. ഇതിന്റെ ബോണറ്റ് ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് എടുത്തപ്പോൾ തട്ടിയതാണ്. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും. അതിന്റെ ഫുള്ള് വീഡിയോ അടക്കം നമ്മുടെ കയ്യിലുണ്ട്. അല്ലേ? അത് കമ്മ്യൂണിക്കേറ്റ്. അതെ, ചെയ്തേക്കുന്നത്. അപ്പോൾ ഹ്യുണ്ടായി ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വില വരുന്നത് 5,75,000. 5,75,000. 5,45,000 പറയുന്ന വില കേട്ടോ. അടുത്തത് ഏത് സ്വിഫ്റ്റ് ആയതാണോ? 2011. അപ്പുറത്തിറക്കണം അല്ലേ? 2011 സ്വിഫ്റ്റ്. ഏതായിരുന്നു? VDI ആണല്ലേ? VDI ആണ്. ഡീസൽ വണ്ടി. ഓക്കെ. 2011. ഓക്കെ. 1,80,000 ആണ് കിലോമീറ്റർ ഓടിയത്. 180 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഏതായിരിക്കും? ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ്.
സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വെക്കുന്നത്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി. 2,85,000 രൂപയാണ് വണ്ടി വരിക. 2,85,000 രൂപയാണ്. 11 മോഡൽ ആയതുകൊണ്ട് ഫിനാൻസ് ചിലപ്പോൾ 1 വർഷത്തേക്കൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് 13-ന് മുകളിലേക്കാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു 13-ന് മുകളിലേക്കാണ് 3 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, ലാൻഡ് ടാക്സിന്റെ കോപ്പി, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലാസ്റ്റ് 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അടുത്തൊരു എത്തിയോസ് സെഡാൻ. 2012 മോഡല് 1,14,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. GD ആണ് വേരിയന്റ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. അപ്പൊ ഇതിന്റെ വില വരുന്നത് 3,35,000 രൂപയാണ്. 3,35,000 രൂപയ്ക്ക് ഒരു സെഡാൻ വണ്ടി അല്ലേ? അതെ. 2012 മോഡൽ ഡീസൽ വണ്ടി കേട്ടോ. അപ്പൊ ഇതിനും 1 വർഷത്തേക്ക് ഫിനാൻസ് വേണമെങ്കിൽ കിട്ടും. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു വാഗണാർ ആണ്. 2018 മോഡല് CNG വാഗണർ ആണ്. പെട്രോൾ വിത്ത് CNG അല്ലേ? അതെ, പെട്രോൾ വിത്ത് CNG. നല്ല മൈലേജ് ആയിരിക്കും. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 78,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി. ഓക്കെ. അപ്പോൾ നമ്മുടെ വില എത്രയായിരുന്നു? ഇതിന്റെ വില വരുന്നത് 4,35,000 രൂപ. 4,35,000 ആണ് ഇതിന് വരുന്ന വില. ഇതിന് ഫിനാൻസ് വീഴുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടി 2015 മോഡല് ഇയോൺ ഉണ്ട്. ഇയോൺ അല്ല, റെഡ്. അതെ അതെ. ഓക്കെ. വേരിയന്റ് ഏതായിരുന്നു അത്? എറയാണ് വരുന്നത് വേരിയന്റ്. എത്ര ഓടിയുണ്ട് ചേച്ചി? കിലോമീറ്റർ വരുന്നത് 48,000 കിലോമീറ്റർ. 48 ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ. ഓണർഷിപ്പ് ഏതായിരിക്കും? ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ വില വരുന്നത് 2,45,000 രൂപ. 2,45,000 ആണ്. വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. അപ്പോൾ അടുത്ത സ്വിഫ്റ്റ് 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. വില വരുന്നത് 4,50,000 രൂപ. 4,50,000. ഇത് ഏതാ വേരിയന്റ്? VDI ആണ്. VDI ആണ്. ഡീസൽ ആണ്. ഡീസൽ വണ്ടി. ഡീസൽ മാനുവൽ ആണ് വണ്ടി. വില വരുന്നത് 4,50,000 ആണ്. അടുത്തൊരു ഡിസയർ ഉണ്ട്. സ്വിഫ്റ്റ് ഡിസയർ 2013 മോഡല്. VDI ആണ്. 1,25,000 ആണ് കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. വില വരുന്നത് 3,45,000. 3,45,000 ആണ്. ഇതിന് രണ്ടും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതോ ഒരു വണ്ടിയിൽ മാത്രമാണ് ചെറിയൊരു റീപ്ലേസ്മെന്റ് വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ ഫ്ലഡോ ഉള്ള വണ്ടികളൊന്നും ഇവിടെ വരെ ചെയ്യാറില്ല. നമ്മൾ എഗ്രിമെന്റിൽ എഴുതി കൊടുക്കുന്നതാണ്. ആ ഒരു ഉറപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാം. പിന്നെയുള്ള ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് റോഡിൽ കൂടി വരുന്ന വണ്ടി ആയതുകൊണ്ട് എവിടെയെങ്കിലും ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വണ്ടി നന്നായിട്ട് സൂക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാറ്റിക്കളയും. അങ്ങനെയാണ് ആ റീപ്ലേസ്മെന്റുകൾ വരുന്നത്. അല്ല മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും അല്ല. പിന്നെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തലയോലപ്പറമ്പ് അല്ലേ? കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പാണ്. കോട്ടയത്ത് നിന്ന് വൈക്കം വരുന്ന റൂട്ട്. കോട്ടയത്ത് നിന്ന് വൈക്കം വരുന്ന റൂട്ടാണ്. അപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ മതി. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല കുറച്ച് വണ്ടികൾ, എല്ലാ വണ്ടികളും നല്ലതാണ്, എന്നാലും നമ്മൾ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി സെലക്റ്റീവ് ആയിട്ടുള്ള വണ്ടികളാണ് ചെയ്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഇന്നിപ്പോൾ കാണിക്കാത്ത വണ്ടികളുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അറേഞ്ച് ചെയ്ത് തരാം. കാരണം 3 ഷോറൂം ഉണ്ടല്ലേ? അതെ, നമുക്ക് 3 ഷോറൂം ഉണ്ട്. പിന്നെ ടാക്സി വണ്ടികൾക്ക് നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ ടാക്സി വണ്ടി മാത്രമുള്ള ഷോറൂം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി. 2 വീഡിയോയിൽ നമ്മുടെ ഇവിടെ കട്ടയ്ക്ക് നിന്നു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അടുത്ത വണ്ടികൾ കയറുമ്പോൾ കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ബൈ കൊടുത്തു. ഹായ്.